ഹായ് ഗായ്സ്, എല്ലാവർക്കും അമ്മലേ യോക്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു വീഡിയോയിലോട്ടാണ് വന്നിരിക്കുന്നത്. അന്ന് മീൻസ് നമ്മളൊരു റെസ്റ്റോറൻറ്റ് സൂപ്പ് ഉണ്ടാക്കാൻ പോകണം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ബിക്കോസ് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഞാൻ കാണിക്കും. പക്ഷേ ഇപ്പോൾ കാണിക്കാൻ ഞാൻ ഒത്തിരി വീഡിയോസ് എടുത്തപ്പോൾ എല്ലാം ഫ്ലോപ്പായി. അപ്പം പിന്നെ അങ്ങനെ അത് നേരത്തെ ഇതായിപ്പോയി. പിന്നെ ഞാൻ ഇതുണ്ടോ നമ്മൾ സൂപ്പിൻ്റെ ഇതാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാം എന്തൊക്കെയാണ്. നമ്മൾ ഇത്രയും പീസുള്ളൊരു എന്താ പറയുക, ഇത്രയും പീസുള്ള ചിക്കൻ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി ഇത്ര പീസുള്ള ഒരു ചിക്കൻ എടുക്കാം. എന്നിട്ട് അത് മുറിച്ച് തന്നെ തരുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ അങ്ങനെ നമ്മൾ ഒരു ഇതുപോലെ ഇത്രയുള്ളൊരു നമ്മളുടെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇപ്പം നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം അവിടെ വെച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ പോട്ടോ അങ്ങനെ നിങ്ങളുടെ അനുസരിച്ച് പോട്ട് എടുക്കാം. അങ്ങനെ നല്ല ഇഷ്ടമുള്ളവർക്ക് അതാണ് ഇച്ചിരി കൂടെ എടുക്കും. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, എന്നാലും ഞങ്ങൾ ഇത്രേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇച്ചിരി വെള്ളം ഇട്ട് ചിക്കനും ഇട്ട് പിന്നെ നമ്മൾ ഒണിയൻ കുഞ്ഞു കുഞ്ഞു പീസ് ഇത്രയുള്ള പീസായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ബുൾസയില്ലല്ലോ, ഓംപ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ ഒണിയൻ എടുത്തില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പ്. അങ്ങനെ പിന്നെ നമ്മൾ വെളുത്തുള്ളി അത് നമുക്കിഷ്ടമുള്ള അതനുസരിച്ച് വെള്ളം നമ്മളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര കഴിക്കുന്നു അങ്ങനത്തെ ക്വാണ്ടിറ്റി അനുസരിച്ച്. പിന്നെ നമ്മൾ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയാം, ചിക്കൻ ഇട്ട് വെള്ളവും ഇട്ടു, വെളുത്തുള്ളി ഇട്ട് പിന്നെ എന്താ പറയുക കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ അതിനെ ഒന്ന് ഗ്യാസിൽ നമ്മളിങ്ങനെ ഇതാക്കണം. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ആ ചിക്കന് വെന്ത് ഇങ്ങനെ മണ്ടയ്ക്ക് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. ഇങ്ങനെ ചിക്കൻ വേവുന്ന വരെ നമ്മൾ ഇങ്ങനെ ഗ്യാസിൽ വെക്കുക. എന്നിട്ട് പിന്നെ അങ്ങനെ അത്രയും ഇതുണ്ട്. ഞാൻ പറഞ്ഞ് ക്ഷീണിച്ചു. അപ്പോൾ അങ്ങനെ അത് എല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ കറക്റ്റിൽ സീന് വരും, ആവി വരും, അങ്ങനെ ഫോഗ്. അപ്പം അതിനെ നിൽക്കുമ്പോൾ നമുക്ക് കാണിച്ചറിയാം. നിൽക്കുമ്പോൾ ഫോഗ് അടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം ബ്ലാങ്ക് ആയിട്ട് എല്ലാം കാണാം. ഇപ്പോൾ ഫോഗുണ്ടോ? ഇങ്ങനെയുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിക്കൻ എടുക്കാം, ഞാൻ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി നിങ്ങളുടെ അനുസരിച്ച് ചിക്കൻ എടുക്കാം. ഒണിയൻ എടുക്കുക. ഒണിയൻ നമ്മൾ ഓംപ്ലേറ്റിൻ്റെ അത്രയുള്ള കുഞ്ഞ് പീസായിട്ട് അരിയുക. പിന്നെ വെളുത്തുള്ളി നമ്മളനുസരിച്ച് ഇടാം. അതിൻ്റെ കൂടുതലുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ കല്ലുപ്പിടാം.